വിശ്വാസികളെയും പരിശുദ്ധനായ മർക്കോസ് ഏവെങ്കലിസ്റ്റ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 2 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മോചന ശക്തിയെ വെളിപ്പെടുത്തുന്ന അത്ഭുതകരമായ ഒരു സംഭവമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഗദരദേശത്ത് ഒരു മനുഷ്യൻ പിശാച് ബാധയാൽ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നു. അവൻ കല്ലറകളിൽ താമസിക്കുകയും ആരും അവനെ നിയന്ത്രിക്കാനാവാതെയും ആയിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ അവൻ്റെ ജീവിതം മുഴുവൻ മാറിയതായി നമുക്ക് ഈ വേദഭാഗത്തിൽ കൂടി കാണാൻ സാധിക്കും. ഈ വചനഭാഗം നമ്മെ 3 പ്രധാന ആത്മീയ സത്യങ്ങളിലേക്കാണ് നയിക്കുന്നത്. 1. ക്രിസ്തുവിൻ്റെ അധികാരം ദുഷ്ടശക്തികളിന്മേൽ. പിശാച് ബാധിതനായ മനുഷ്യൻ യേശുവിനെ കണ്ടപ്പോൾ നിലവിളിച്ചു, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, എന്നോട് എന്താണ് നിനക്ക് കാര്യം? പിശാചുകൾ അവൻ്റെ ഉള്ളിൽ നിന്ന് യേശുവിനോട് സംസാരിച്ചു. അവരുടെ പേര് ലഗിയോൻ എന്ന് പറയുന്നു, അതായത് അനേക ദുഷ്ടാത്മാക്കളുണ്ടായിരുന്നു. യേശു അവരെ മനുഷ്യരിൽ നിന്ന് പുറത്താക്കി. അവർ പന്നികളുടെ കൂട്ടത്തിലേക്ക് പ്രവേശിച്ചു. പന്നികൾ കടലിലേക്ക് ഓടി അവിടെ ചത്തു. സഭയുടെ മഹാപിതാവായ സെൻറ് ജോൺ ദ ക്രിസോസ്റ്റം പറയുന്നത്, ദുഷ്ടാത്മാക്കൾ ക്രിസ്തുവിൻ്റെ മുമ്പിൽ വിറയ്ക്കുന്നു, കാരണം അവൻ സൃഷ്ടിയുടെ കർത്താവാണ് എന്ന. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ ഇരുട്ടിൻ്റെ ശക്തികൾക്ക് അധികാരമില്ല എന്നാണ്. 2ാമത്തെ ചിന്ത എന്നുള്ളത് മനുഷ്യൻ്റെ പൂർണ്ണ മോചനം. പിശാച് ബാധിതനായ മനുഷ്യൻ മുമ്പ് കല്ലറകളിൽ ജീവിച്ചിരുന്നു. അവ നഗ്നനായി അലഞ്ഞു നടന്നു. ആളുകൾ അവനെ ഭയപ്പെട്ടു. എന്നാൽ ക്രിസ്തുവിൻ്റെ ഇടപെടലിന് ശേഷം അവൻ വസ്ത്രം ധരിച്ച് ബുദ്ധിയോടെ ഇരിക്കുന്നവനായി മാറി. ഇത് വെറും ശാരീരികമായ മാനസികമായോ ആയ സൗഖ്യം മാത്രമല്ല, ഒരു ആത്മീയ മോചനം കൂടിയാണ്. പരിശുദ്ധ സിറിൽ ഓഫ് അലക്സാണ്ട്രിയ പറയുന്നത്, ക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിൻ്റെയും ദുഷ്ടശക്തികളുടെയും അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ടാണ് വന്നത് എന്ന്. 3ാമത്തെ ചിന്ത എന്നുള്ളത് മോചനം ലഭിച്ചവൻ്റെ സാക്ഷ്യമാണ്. മോചനം ലഭിച്ച മനുഷ്യൻ യേശു ക്രിസ്തുവിനോടൊപ്പം പോകാൻ ആഗ്രഹിച്ചു. എന്നാൽ യേശു അവനോട് ഇപ്രകാരം പറയുന്നു, നിൻ്റെ വീട്ടിലേക്ക് മടങ്ങി കർത്താവ് നിന്നെക്കുറിച്ച് ചെയ്ത മഹത്തായ കാര്യങ്ങൾ അറിയിക്കുക. അവൻ തൻ്റെ ദേശത്ത് പോയി യേശു ചെയ്ത കാര്യങ്ങളെല്ലാം അവരോടും അറിയിക്കുന്നു. പരിശുദ്ധ എഫ്രൈം ദ സിറിയൻ പറയുന്നത്, ദൈവകൃപ അനുഭവിച്ചവൻ അതിനെ ലോകത്തോട് സാക്ഷ്യം പറയേണ്ടതാണ് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, 3 ഉൾക്കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. 1. ക്രിസ്തുവിന് ദുഷ്ടശക്തികളുടെ പൂർണ്ണ അധികാരമുണ്ട്. 2. ക്രിസ്തു മനുഷ്യനെ പൂർണ്ണമായി മോചിപ്പിക്കുന്നു. 3. മോചനം ലഭിച്ചവർ ദൈവകൃപയുടെ സാക്ഷികളായി തീരണം. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ ലോകത്തിൻ്റേതായ ദുഷ്ടശക്തികളിൽ നിന്ന് പൂർണ്ണമായ മോചനം ലഭിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. പാപത്തിൻ്റെയും അശുദ്ധികളുടെയും ജീവിത പ്രക്രിയകളിൽ നിന്ന് പൂർണ്ണമായ മോചനമുള്ളവരായി ക്രിസ്തുവിലായി തീരുവാൻ നമുക്ക് സാധ്യമായി തീരണം. ആ ലഭിച്ച മോചനത്തിന് ദൈവകൃപയുടെ വലിയ സാക്ഷികളായി രൂപാന്തരപ്പെടുവാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.